എൻ്റെ പിതാവിനെ റയീസുലുലമയെ ഇയാവുസുന്നയിൽ മുദരിസായി നിശ്ചയിക്കുമ്പോൾ അപ്പോൾ അത് കൊട്ടപ്പുറത്ത് നിന്ന് ദറസ് അന്വേഷണം വന്ന് കൊട്ടപ്പുറത്തുകാർ ഉറപ്പിച്ചിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഉസ്താദിനോട് ചോദിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഓക്കെ ഉസ്താദിൻ്റെ അടുത്തേക്ക് ചോദിക്കാൻ വേണ്ടി വന്ന് കൊട്ടപ്പുറത്തേക്ക് ദർശനം ക്ഷണിക്കുന്നുണ്ട്. എന്താ വേണ്ടത്? അവൾക്ക് വേണം ആൾക്ക് വെക്കാം, നിങ്ങൾ നമ്മളെ കോളേജിൽ തന്നെ നിൽക്കണം, ശമ്പളമൊന്നും തരൂല എന്ന് പറഞ്ഞു. ഇത് ശമ്പളമൊന്നും തരൂല എന്ന് പറഞ്ഞു ഒരു ഉസ്താദ് ശിഷ്യനോട്. ഉസ്താദിൻ്റെ സ്ഥാപനത്തിൽ ഓക്കെ ഉസ്താദിൻ്റെ സ്ഥാപനമാണ് ഏത്? എന്താണ് പറയാതെ ഇയാവുസുന്നയിൽ ശമ്പളമൊന്നും തരൂല. അപ്പം ആ ശിഷ്യൻ പാപ്പ പറഞ്ഞ് മറുപടി എന്താ അറിയോ? ഇത്ര കാലം ഓതല്ലായിരുന്നോ, അന്ന് ശമ്പളമൊന്നും കിട്ടിയിട്ടില്ലല്ലോ, ഇനിയും ഓതാണെന്ന് ബാക്കി പറയടാ, ഓതാണെന്ന് വിചാരിച്ചോളാം. ഇത്ര കാലം ഓതല്ലായിരുന്നോ, അന്ന് ശമ്പളമൊന്നും കിട്ടിയിട്ടില്ലല്ലോ, ഇനിയും ഓതാണെന്ന് വിചാരിച്ചോളാം. അപ്പോൾ ദർശനത്തിന് ശമ്പളം കിട്ടാനല്ല, അത് ക്യാഷിന് വേണ്ടിയല്ല, അങ്ങനെ ഒരു മോഹം ഉണ്ടാവരുത് എന്ന് ആ നല്ല നിയ്യത്ത് പ്രാക്ടിക്കലായിട്ട് പഠിപ്പിച്ചു കൊടുത്തു. അങ്ങനെ ഇപ്പോൾ 58 വർഷമായി യാവുസുന്നയിൽ മൂപ്പര് മുദരിസായിട്ട്. ഇപ്പോഴും മൂപ്പരോട് എത്ര ശമ്പളം എന്ന് ചോദിച്ചാൽ അറിയില്ല. റയീസുലുലമയ്ക്ക് എത്ര ശമ്പളം ചോദിച്ചാൽ മൂപ്പർക്ക് അറിയില്ല. ഇവര് കവറിൽ കൊണ്ടുപോയി കൊടുക്കും, ഇവർ കീശയിലിട്ടാണ് പോകും, ഇങ്ങനെ കാണുന്നവർക്ക് ഇങ്ങനെ കൊടുക്കും, കൊടുത്ത് ഇങ്ങനെ തീരും. അങ്ങനെ എത്ര കിട്ടിയോന്ന് അറിയില്ല. അങ്ങനെ കാശുണ്ടെങ്കിൽ അതിങ്ങനെ കൊടുത്ത് ഇങ്ങനെയാണ് തീരും. ആ കീശയിലുണ്ടല്ലാണ് നമ്മളുടെ അവിടെ ഇവിടെ അങ്ങനെ കൊടുക്കും. എത്ര ശമ്പളം മൂപ്പർക്ക് അറിയില്ല. ആ കാരണം കൊണ്ട് യഥാർത്ഥം പറഞ്ഞ് എനിക്കെൻ്റെ ശമ്പളം അറിയില്ല. അപ്പോൾ പല നമ്മൾ നോക്കണ്ടേ, ശമ്പളം നോക്കലില്ല. നമ്മൾ നോക്കലിപ്പോൾ ഷെയ്ഖുനാൻ്റെ തൃപ്തിയോട് എതിരായെങ്കിലോ ശമ്പളം നോക്കലില്ല. എനിക്കെൻ്റെ ശമ്പളത്തിൽ അറിയില്ല. ഏകദേശം നല്ല സുഖം ജീവിക്കാനും എന്തറായത്തോരം നല്ല ഡീസൻ്റായിട്ട് ജീവിക്കാം. നിങ്ങളും ആ ചെങ്ങരയിലേക്ക് ചെന്ന് മുട്ടണില്ലേ നിങ്ങൾ ഉസ്താദിലൂടെ? ശരിക്കും ആ ചെങ്ങരയിൽ കോർത്ത് നിർത്തുക, നല്ല ഇഖ്ലാസ്. അതുകൊണ്ട് പഠിക്കുന്നത് ജോലി കിട്ടാനല്ല കേട്ടോ. ആണോ? ജോലി കിട്ടാനാണ് നിങ്ങൾ പഠിക്കണ്ട. ജോലി കിട്ടാനല്ല ഇൽമു പഠിക്കണത്, ശമ്പളം കിട്ടാനല്ല. എന്ന് പറഞ്ഞാൽ ജോലി കിട്ടൂല എന്നല്ല, ശമ്പളം കിട്ടൂല എന്നല്ല. കിണർ കുഴിക്കണേ എന്തിനല്ല? മണ്ണ് കിട്ടാനാ? അല്ല, എന്തിനാ കിണർ കുഴിക്കണേ? എന്തിനാ? വെള്ളം കിട്ടാൻ. മണ്ണ് കിട്ടുമോ കിട്ടൂലേ? കിണർ വിൽക്കും, മണ്ണ് വേണ്ടെന്നറിയാൻ പറ്റുമോ? പക്ഷെ മണ്ണല്ല ലക്ഷ്യം. കിണർ വിൽക്കുമ്പോൾ മണ്ണ് കിട്ടും, മണ്ണല്ല ലക്ഷ്യം, വെള്ളമാണ്. വെള്ളം കിട്ടാനാണ്. ഇപ്പം ശമ്പളം കിട്ടുമ്പോൾ വേണ്ട എന്ന് പറയേണ്ട ആവശ്യമൊന്നുമില്ല. ദാലിക ഫദ്ലുല്ലാഹ്, അത് അള്ളാഹുവിൻ്റെ ഔദാര്യം. ജോലി കിട്ടുമ്പോൾ വേണ്ട എന്ന് പറയണ്ട, അത് അള്ളാഹുവിൻ്റെ ഔദാര്യം. ഒക്കെ അള്ളാഹുവിൻ്റെ ഔദാര്യം എന്ന് കണ്ട് അതിന് അള്ളാഹു തആലാക്ക് ശുക്ർ ചെയ്യണ ഒരു മനസ്സുണ്ടാവുക. അതുകൊണ്ട് ലക്ഷ്യം അള്ളാഹു തആല.